ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോഴത്തെ UK ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ലീഗലി ഇവിടെ വന്ന് വർക്ക് ചെയ്യാനൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തൽക്കാലം നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കണ്ട. അതിന് പകരം നിങ്ങളൊരു ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ടെങ്ങാനും വരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തു തരാം. വെറുതെ പറഞ്ഞതാട്ടോ. ഇന്നത്തെ പുതിയ റൂളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിലോട്ട് വന്നൊരു തോട്ട് അങ്ങനെയായിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വലിയ ആമുഖമോ വലിച്ചു നീട്ടലോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് പുതിയ റൂളിൽ വന്നേക്കുന്ന ചേഞ്ചസ് എന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഞാനൊരു ഡീറ്റെയിൽ വായനയ്ക്ക് പോയിട്ടില്ല. ഞാനൊന്ന് ഓടിച്ച് വായിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തതേ ഉള്ളൂ. ഇൻ കേസ് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏതെങ്കിലും വിദ്യാർത്ഥിനെ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ആയിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളത് അറിയിക്കാം, നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ജസ്റ്റ് എനിക്ക് ഫസ്റ്റ് വായനയിൽ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കഥ എന്ന് പറയുന്നത്, ഇനി മുതൽ ഒരു സ്കിൽഡ് വർക്കർ വിസ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് RQF ലെവൽ 6 വേണം. അതിന് എല്ലാ ജോലികൾക്കും RQF ലെവൽ 6 വേണം എന്നല്ല എനിക്ക് മനസ്സിലായത്. ചിലതിന് ചില എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ RQF ലെവൽ 3 to 5 may still be sponsored only if on the immigration salary list or new temporary shortage list. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ജോബ് മീൻസ് ഒരു ജനറൽ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ RQF ലെവൽ 6 വേണം. പക്ഷേ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ അല്ലെങ്കിൽ ടെമ്പററി ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിലോ വരുന്ന ജോബുകളാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടുമെന്നാണ് എനിക്ക് ആ ഫസ്റ്റ് വായനയിൽ നിന്ന് മനസ്സിലായേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഏരിയ നോക്കാം. സാലറി ത്രഷോൾഡ് അത് കൂടിയിട്ടുണ്ട് കേട്ടോ. 38,700 ആയിരുന്നത് 41,700 ജനറലായിട്ട് പറയുമ്പോൾ. PhD ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 34,830 ആയിരുന്നത് 37,500 ആയിട്ടുണ്ട്. ഇനി ISL ലിസ്റ്റിലുള്ളത് അതുപോലെ തന്നെ ന്യൂ എൻട്രൻ്റ് ആയിട്ടുള്ളതൊക്കെ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്നത് 30,960 ആയിരുന്നത് 33,400 ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രശ്നം ഡിപ്പെൻഡൻറ്റ്. നമുക്ക് ഇതുവരെ അങ്ങനെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരുന്നതിന് കെയർ വർക്കേഴ്സിന് മാത്രമായിരുന്നു ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്, റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെല്ലാവരെയും കൂടെ അങ്ങ് നിരത്തി പിടിച്ച് ഇനി ആരും ഇങ്ങോട്ട് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരണ്ട എന്നുള്ള കണക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റിസർച്ചിന് വരുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരായിരുന്നു, അത് കൊണ്ടുവരാൻ ഇനിയും പറ്റും. സ്കിൽഡ് വർക്കേഴ്സിന് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരണമെങ്കിൽ അത് RQF ലെവൽ 6 ആ ഒരു ലെവലിൽ ക്ലാസിഫൈഡ് ചെയ്ത് അതിൻ്റെ അണ്ടറിൽ വരുന്ന ജോബുകൾക്ക് മാത്രം ആണ് ഇനിയിപ്പോൾ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്ക് അതിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് അതിനകത്തുണ്ട്. നമുക്ക് RQF ലെവൽ 6 ഉണ്ടാവണം എന്നാണോ അതോ RQF ലെവൽ 6 ആവശ്യമുള്ള ജോബുകൾക്കാണോ ഈ ഡിപ്പെൻഡൻറ്റിൻ്റെ കാര്യം എന്നുള്ളത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എനിക്കതിനൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായേക്കുന്നത് നമ്മൾ RQF ലെവൽ 6ൻ്റെ അത് ആവശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ജോബുകൾക്ക് മാത്രമാണ് ഇനി ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ RQF ലെവൽ 3 to 5 എന്നുള്ള ആ ഒരു കാറ്റഗറിക്ക് ഇനി ഡിപ്പെൻഡൻറ്റിനെ അലോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയുള്ളൊരു പോയിന്റ്, ഇനിയൊരു ടെമ്പററി ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫില്ലാവുന്ന ജോബുകളെ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓക്കുപ്പേഷനിൽ നിന്ന് ആ ഒരു ഷോർട്ടേജ് മാറുന്ന ജോബുകളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ കാലാകാലങ്ങളിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെയുള്ള കാര്യം സോഷ്യൽ കെയർ വർക്കേഴ്സിൻ്റേത്. ഓവർസീസ് എൻട്രി ഫോർ കെയർ വർക്കേഴ്സ് നൗ ക്ലോസ്ഡ് ഫ്രം 22nd of July 2025 തൊട്ട് ഓവർസീസ് വർക്കേഴ്സിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ വാതിൽ പൂർണ്ണമായും അടച്ചു തന്നിട്ടുണ്ട്. ഇനി മുതൽ എന്തായാലും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കെയർ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇനി ഇപ്പോൾ നിലവിൽ UK ഉള്ളവർക്ക് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ കുറേ പേരുണ്ടല്ലോ ഇവിടെ നിലവിൽ ഇപ്പോൾ നിൽക്കുന്നവർക്ക് അവർ സ്റ്റിൽ അലൗഡ് ടു അത് വിസ എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ 22nd of July 2028 വരെ അവരെ അലോ ചെയ്യുന്നതായിരിക്കും. നിലവിൽ UK ഉള്ളവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും ആ ഒരു ഡേറ്റ് വരെ. ഇനി പുറമേ നിന്ന് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കെയർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാവില്ല, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 111 ജോബുകളോളം
ഈ RQF ലെവൽ 3യിലും അതും മേജറായിട്ടും RQF ലെവൽ 3 to 5 വന്നിരുന്ന ജോബുകൾ ഈ ISL ലിസ്റ്റിൽ നിന്നും ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് ടെമ്പററി ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റിൽ നിന്നും എല്ലാം എലിജിബിൾ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും വന്നൊരു കാര്യം ഡിപ്പെൻഡൻറ്റിൻ്റെ കാര്യമാണ്. ഇപ്പം അതൊരു ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതൊരു വലിയ സ്റ്റോറിയാണ്. ഒരു 100-300 പേജുകളുണ്ട്. ഞാൻ അതിൽ നിന്ന് നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കണ്ടീഷനിലൊക്കെ നിൽക്കുന്നവരെ ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ പിക്ക് ചെയ്തെടുത്ത് അത് ഷെയർ ചെയ്തെന്നു ആണ് കേട്ടോ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാലറി ത്രെഷോൾഡ് കൂടിയിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റിന് ഇനി എല്ലാവർക്കും അലോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. RQF ലെവൽ 6 ക്ലാസിഫിക്കേഷനിൽ വരുന്ന ജോബ് കോഡിലുള്ളവർക്ക് മാത്രമാണ് ഡിപ്പെൻഡൻറ്റിനെ അലോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യമുള്ളത് 22 ജൂലൈ 2025 തൊട്ടിട്ടാണ് ഈ നിയമങ്ങൾ വരാൻ പോകുന്നത്. അപ്പോൾ 22 മുന്നേ COS കിട്ടിയവരെ ഇത് അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് അല്ല ഇവിടെ അവർ നോക്കാൻ പോകുന്നത്. COS ഇഷ്യൂ ചെയ്ത് നമുക്ക് COS എന്ന് കിട്ടി എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. 22 ജൂലൈക്ക് മുന്നേ COS കിട്ടിയവർക്ക് ഇപ്പം നിലവിൽ UK നിയമങ്ങൾ ഫോളോ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്നവർക്ക് 22 മുതൽ 2022 ജൂലൈ തൊട്ട് അല്ലെങ്കിൽ അതിന് ശേഷം COS കിട്ടുന്ന അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതല്ല, COS കിട്ടുന്നവരെയാണ് ഇത് ബാധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സാധാരണ നമ്മുടെ വീഡിയോയിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഓക്കെ ആവും എന്നൊക്കെ ഒരു ഹോപ്പ് പറയാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതെനിക്ക് അറിയത്തില്ല എന്താകുമെന്ന്. ഒത്തിരി പേര് ഇത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.